ശ്രീ സജി നന്ദിയായിട്ട് നേരത്തെ ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ഇത്തരത്തിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരുമ്പോൾ ചെറിയ ഇളവുകളൊക്കെ നൽകണം നിർമ്മാതാക്കൾക്ക്. ഇപ്പോൾ നിർമ്മാതാവ് ഉയർത്തിയിട്ടുള്ള ആവശ്യം അത് ന്യായമാണ് എന്നതാണ്. അപ്പോഴും പക്ഷേ തിയേറ്റർ ഉടമകൾ ഉയർത്തുന്ന മറ്റൊരു കാര്യമുണ്ടല്ലോ, നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ നേരിടുന്ന പ്രതിസന്ധികൾ. അതുകൊണ്ട് തന്നെ തിയേറ്റർ ഉടമകളുടെ ആവശ്യവും ന്യായമാണെന്ന് പറയേണ്ടതല്ലേ? അല്ലല്ല, അത് നികുതിയുടെ വിഹിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അത് ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. ഗവൺമെന്റാണ് അങ്ങനെയുള്ള ആനുകൂല്യം തരണം. ഗവൺമെന്റിന് മുമ്പിൽ പോയിട്ട് എത്ര വർഷമായി ഞാൻ തന്നെ കഴിഞ്ഞ 5 മാസം മുമ്പ് വരെ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 4 പ്രാവശ്യം പോയിട്ട് ഗവൺമെന്റ് കണ്ട ഭാവം നടിച്ചില്ല, വെറുതെ സോപ്പിട്ട് വിടും. അത് മാത്രമേ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് ഇത് 140 കോടി വരുമ്പോൾ മലയാളത്തിൽ അപൂർവമായാണ് ഇത്രയും വലിയ ബഡ്ജറ്റ് സിനിമ വരുമ്പോൾ അതിനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ. കാരണം നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതിന് ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കുന്നവർക്ക് അത് അറിയാവുന്നല്ലേ. കോടികളാ മുടക്കി അത് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച കൊണ്ട് 47 ദിവസം കൊണ്ട് എൻ്റെ ഒരു പുതിയ പടം ഫാൻ 5 എന്ന് പറഞ്ഞ എൻ്റെ പടം ഞാൻ ചിത്രീകരിച്ചു. അതിന് വേണ്ടി വരുന്ന മുതൽ മുടക്കെന്ന് പറയുന്നത് നമുക്ക് ഉദ്ദേശിക്കുന്ന അപ്പുറമല്ല. വെളിയിൽ നിന്ന് കാഴ്ചക്കാർക്ക് എന്തും പറയാം. ഇവിടെ തിയേറ്ററുകാർ പ്രതിസന്ധിയിലാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ അതോടൊപ്പം തന്നെ 140 കോടി രൂപ മുടക്കി ആൻഡോ ജോസഫ് ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം മലയാളത്തിലൊരു വലിയ എന്താ പറയുക ബ്രഹ്മാണ്ഡ ചിത്രവുമായി വരുമ്പോൾ അതിനോട് സഹകരിക്കണമെന്ന് പറയുന്നത് ന്യായവും യുക്തവുമായ കാര്യമാണ്. ഇവിടെ തിയേറ്ററുകാർക്ക് പ്രശ്നങ്ങളില്ലെന്ന് ആര് പറഞ്ഞു? തിയേറ്ററുകാർക്ക് പ്രശ്നമുണ്ട്. ഞാൻ അവരുടെ കൂടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അവർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. ഈ അടുത്ത നാളിൽ പടങ്ങളൊന്നും വന്നില്ല. പ്രകമ്പനം എന്ന പടം വന്നില്ല. തിയേറ്ററുകൾ മുഴുവൻ അടച്ചുപൂട്ടി കിടക്കുക. പ്രകമ്പനം എന്ന സിനിമ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇപ്പൊ തന്നെ വിഷു ചിത്രങ്ങൾ ആലോചിച്ച് നോക്കൂ. വിദേശ രാജ്യങ്ങളില് യുദ്ധം വരുന്നത് കൊണ്ട് അവിടെ സംഭവിക്കുന്ന എന്താണ്? പ്രദർശനമില്ല. നമുക്ക് കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളോ സിനിമ കളിക്കുമ്പോൾ ലഭിക്കേണ്ട യാതൊരുവിധ കളക്ഷനോ കിട്ടുന്നില്ല. അതുകൊണ്ട് പടങ്ങളെല്ലാം ആട് 3 ഉൾപ്പെടെ പടങ്ങൾ പ്രതിസന്ധിയിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സാഹചര്യം അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു തരുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. തിയേറ്ററുകാരുടെ അവസ്ഥ മോശമാണ്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ആലോചിച്ച് നോക്കും, 140 കോടി രൂപ മുടക്കി മലയാളത്തിലൊരു ബ്രഹ്മാണ്ഡ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൽ മാത്രമല്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീ മമ്മൂട്ടി, മോഹൻലാലും അതോടൊപ്പം തന്നെ നമ്മുടെ ലീഡിംഗ് സ്റ്റാർസ് എല്ലാം ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു ചിത്രം വരുമ്പോൾ വലിയ കളക്ഷൻ വരും. അപ്പോൾ അതിലൊരു ശതമാനം ആ നിർമ്മാതാവ് ചോദിക്കുമ്പോൾ ഈ 140 കോടി മുടക്കിയ ഒരു മനുഷ്യൻ എങ്ങനെയാണിത് മുതലാക്കുക എന്നോടൊന്ന് പറഞ്ഞു തരണം.